ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ വണ്ടി ഇന്നലെ രാത്രി കംപ്ലൈൻ്റ് ആയിട്ട് എടുക്കാറുന്നല്ല. വന്നപ്പോൾ ഞാൻ വീട്ടിൽ വരുമ്പോൾ 1:45. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഷമീർ വന്ന് കഴിഞ്ഞ് നോക്കിയപ്പോഴും സ്റ്റാർട്ടാവുള്ള. അങ്ങനെ വീട്ടിൽ പോയി രണ്ടാമത് വണ്ടിയിൽ നിന്ന് പോയി ടൂൾസൊക്കെ എടുത്ത് ആലുവയിൽ അവൻ്റെ ഓട്ടോറിക്ഷയായിട്ട് വന്നിട്ട് ആ വണ്ടിയിൽ നിന്ന് ബാറ്ററി അതിലോട്ട് വെച്ചിട്ടാണ് വണ്ടി എടുത്ത് പോയത്. നമ്മൾ പോയി വീട്ടിൽ ചെന്ന് നമ്മുടെ വണ്ടിയും ഒരുമിച്ച് പോയി അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ്, അതായത് ഒരു മനുഷ്യനും പണിയാത്തൊരു സമയമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ 10:30 കഴിഞ്ഞിരുന്നു രാത്രി. അവൻ വയറെല്ലാം ലൂസാണെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, കാരണം ആക്കിന്ന് രാവിലെ ഓട്ടോ ഉണ്ട്, അത് പോയി കഴിഞ്ഞാൽ വൈകിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി അത്രയും അവിടെ കിടക്കും. അപ്പോൾ അവൻ പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കി എല്ലാം അയച്ച് നോക്കി നോക്കിയപ്പോൾ കോയിലോട്ട് പോണ കറണ്ട് സപ്ലൈ ചെയ്യണ വയറിൻ്റെ അവിടെ നിന്ന് ഉരുകി പോയേക്കണം. ആകെ ഉരുകിയേക്കാണ്. പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ അവൻ അവൻ്റേതായ രീതിയിൽ അവൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നേരം 12:45. അപ്പോൾ പിന്നെ നമുക്ക് ആ സമയത്ത് ഉപകാരത്തിന് ഓടി വന്നാണ് അജിമാമ്മയുടെ കൂട്ടുകാർ എല്ലാവരും. അങ്ങനെ ഒരുപാട് പേര് ആലുവയിൽ നമുക്ക് എത്തിയ സമയം കൊണ്ട് നമ്മൾ വിളിച്ചപ്പോൾ തന്നെ. പക്ഷെ ആരെയും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റണ്ടായില്ലായിരുന്നു. കാരണം സ്റ്റാർട്ടാവില്ലായിരുന്നു. ഇതിൽ കറണ്ട് വേണം, എന്നാലാണ് തള്ളിയാലും സ്റ്റാർട്ടാവുള്ളൂ. സെൻസറുള്ള സാധനം. അപ്പോൾ അങ്ങനെ. അപ്പോൾ അത് ഇന്നിപ്പോൾ സ്കൂളുണ്ട്, സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി ഇറങ്ങാൻ. അപ്പോൾ എന്താ കാലത്ത് മഴയും. ഇന്ന് മഴയുണ്ട്. ഇത്രയും ദിവസം മഴയുണ്ടായില്ല. അതെ, ഇന്നിപ്പോൾ മഴയാണ്. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് എടുക്കാനായിട്ട് നമ്മുടെ വണ്ടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ക്രസൻറ്റ് സ്കൂളിലെ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടാണ്. മക്കളൊക്കെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രസൻറ്റ് സ്കൂളിൽ അവരെ ആക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ചൊവ്വൂര് സ്കൂൾ എടുക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് പോട്ടെ. നമ്മൾ ചൊവ്വൂര് സ്കൂൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ജോട്ട കയറിയേക്കണമെങ്കിൽ നിയാച്ചുവിൻ്റെ അനിയത്തിയാണ് കേട്ടോ. അത് നമ്മളെ വണ്ടി വരുമ്പോൾ തന്നെ ആൾ അതിൽ കയറിയിരിക്കും. പുള്ളിക്കാരത്തേക്ക് ഒരു റൗണ്ട് അടിച്ചിട്ട് വേണം അവിടെ കൊണ്ടുപോയി ഇറക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുട്ടികളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ റിട്ടേൺ ചെല്ലുമ്പോൾ അവിടെ ഇറക്കി കൊടുക്കും. ഇപ്പോൾ 2 ആളെ കയറിയിട്ടുള്ളൂ. അക്സ ഇരിക്കണണ്ട. ഉണ്ടാ. അപ്പോൾ 2 പേരായി. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ ആളെ കാണിക്കാൻ വേണ്ടി എടുത്താണ്. എടേ കുഞ്ഞിപ്പെണ്ണേ, ഇങ്ങനെ നോക്കിയടേ. ഒരു ഹായ് കൊടുത്തേടേ. ഒരു ഹായ് കൊടുത്തേ. ഹായ് പറ. ഹായ്. ഓക്കെ. നമ്മുടെ വലിയ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറ്റിയേക്കണ്ട. ഇന്നലെ വരാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി വരാമെന്ന് ഓർത്താണ്. അപ്പോൾ എന്താണ്, നമുക്ക് മറ്റേ വണ്ടി പണി കിട്ടിയില്ലേ, ഇതിലോട്ട് കയറ്റിയേക്കാണ് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എത്ര പൈസക്ക് കയറുമെന്ന് നോക്കാം. മക്കൾമാരൊക്കെ ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ നമുക്ക് ബില്ല് വന്നേക്കുന്നത് 3220 രൂപ. ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നോ? ആ, എന്താടാ? ഇന്നാണല്ലോ കളക്ടർക്ക് അവധി തരേണ്ട ദിവസം. ഇന്നലെ മഴ. ഇന്നലെ പിന്നെ അതൊന്നും മഴ ഉണ്ടായില്ല അല്ലേ? പാകള്. വയ്യാതാവണ. ഇന്നായിരുന്നു മഴ. ഇന്നലെ ഒന്നും മഴ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ചൊവ്വൂര് സ്കൂളിലെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ സെക്കൻഡ് ട്രിപ്പ് എടുക്കണം. ഇത് മൊത്തത്തിൽ സമയം വഴിയൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് സമയം വഴുകുമെന്ന് പറഞ്ഞു. സെക്കൻഡ് ട്രിപ്പ് ഞങ്ങൾ സ്കൂളിലെത്തിയിട്ടോ. ചക്കി. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ട്രിപ്പ് സ്കൂളിലെത്തി. പക്ഷേ ഇന്നിപ്പോൾ സ്കൂളിലെത്തി അസംബ്ലി തുടങ്ങിയിട്ടുണ്ടായി. കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ട്. നമുക്ക് സമയം വൈകി വന്നാലും വിഷയമില്ല. കാരണം വെച്ചാൽ നമുക്ക് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കിട്ടണതാണ്. സ്കൂൾ ബസ്സും വന്നിട്ടില്ല. സ്കൂൾ ബസ്സും സമയം വൈകി വരുള്ളൂ. അപ്പോൾ സാറ് ഇത്തിരി വണ്ടി കണ്ട് കയറ്റി നിർത്താൻ പറയാൻ വെച്ച് കയറ്റി നിർത്തിയേക്കാണ്. ചെറിയൊരു പണി കിട്ടിയിട്ട് അത് കണ്ട, ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടാ. കുട്ടികളെടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴേ ഒരു പോക്കറ്റ് വഴിയാണ്. അവിടെ വണ്ടി ഒരു കാറ് ഫ്രണ്ടിൽ കിടക്കണ്. ആ കാറ് പോട്ടേന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ നിർത്തി. അതിനുകൊണ്ട് അപ്പോൾ ആ മീൻ വിൽക്കണക്കാ നമുക്കറിയാവുന്നൊരു കായ. അപ്പോൾ അതൊക്കെ ബാക്കിൽ ഇങ്ങനെ നിർത്തിയേക്കായിരുന്നു. നിർത്തി കഴിഞ്ഞുകൊണ്ട് നമ്മൾ റിവേഴ്സ് പതുക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി റിവേഴ്സ് എടുത്ത് വെച്ചപ്പോൾ പുള്ളി അപ്പുറത്തെ സൈഡ് ഒറ്റ കേരളാണ് കയറിയതാണ്. ആ സൈഡൊന്ന് തട്ടി അവിടെ സ്ക്രാച്ചായി. പിന്നെ എന്ത് പറയാനാണ്, നമുക്കറിയാവുന്നൊരു കായ.
അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. അവിടെ അത്രയും സ്ക്രാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞത് യൂബർ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ, റാപ്പിഡോ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12-12:15 വരെയൊക്കെ ഓടാൻ പറ്റുള്ളൂ. ഒന്ന് പോയി നോക്കാം. ഇന്നലെ അടി കുറവായിരുന്നു, ഇന്നലെ ഓട്ടം കുറവായിരുന്നു, പിന്നെ വണ്ടി കംപ്ലൈൻറ്റും എല്ലാം ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് പോയി നോക്കാം. എന്തായാലും ഓൺ ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് ഇന്ന് ഊബറിലൊക്കെ ഓട്ടം ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ എന്നിട്ട് ഒരു 12 മണിയായപ്പോൾ വീട്ടിലോട്ട് പോയി കഴിഞ്ഞ് വീടിൻ്റെ അവിടെ എത്താറായപ്പോഴത്തേക്കും എന്താ ആലുവക്ക് ഒരു ഓട്ടോ അടിച്ച്. പിന്നെ കൺഫേം അടിച്ചത് അതെടുത്ത് ഞാൻ നേരെ ആലുവയിൽ കൊണ്ടുവന്നവരെ ഡ്രോപ്പ് ചെയ്ത് വീട്ടിലോട്ട് പോകാൻ വീണ്ടും മഹളാലയത്ത് എത്തിയപ്പോൾ നമ്മുടെ പേൾമാണിയുടെ വീട്ടിൽ നിന്ന് ഒരു ഓട്ടോ അടിച്ച്. അവരുടെ വീട്ടിൽ നിന്ന് എറണാകുളത്തോടാണ് അടിച്ചത്. അപ്പോൾ ഞാൻ ഇത് ഫ്ലാറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. എറണാകുളത്ത് ആ ഫ്ലാറ്റിലാണ് നിലവിലുള്ളത്. അവരുടെ സർവൻ്റ് ഒന്ന് നമ്മൾ കൊണ്ടുവന്നിരുന്ന സാധനം കൊണ്ടുപോയി. 2 സഞ്ചിയിൽ എന്തോ സാധനം ഉണ്ടായുള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ല. അത് അവർ കൊണ്ടുപോയി. നമുക്ക് പേയ്മെൻറ്റും അവിടെ അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എറണാകുളത്താണ് നിലവിലുള്ളത്. എന്ത് കാഴ്ച നോക്കി, നേരെ ഫ്ലാറ്റുകൾ നിൽക്കണം നിൽപ്പണ്ട. ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ആ മേഡത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ ഉണ്ടായി കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ അവിടുത്തെ ഫ്ലാറ്റിലാണ് നമ്മളിപ്പോൾ വന്നത്, അവിടെ മറൈൻ ഡ്രൈവിൻ്റെയൊക്കെ ആ ഏരിയ. അപ്പോൾ എനിക്കിത് ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് അറിയാൻ വേണ്ടായില്ല. ഇവർ നമ്മളെ നേരെ കളമശ്ശേരിയിൽ നിന്ന് കണ്ടെയ്നർ റോഡിലോട്ട് ഇറക്കി. അത് കഴിഞ്ഞ് നമ്മളെ നേരെ ആസ്റ്റർ മെഡിസിറ്റി വഴി കയറ്റി ലൂർദ് ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ കൂടെ കറങ്ങിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിപ്പോൾ നമ്മൾ ഹൈക്കോടതി ജംഗ്ഷനിൽ നിൽക്കുന്നത്. ആ കണ്ടെയ്നർ റോഡിൽ നിന്ന് നേരെ പോന്നാലും നമുക്കിവിടെ ഇപ്പോൾ എത്താറുണ്ട്. പക്ഷേ അവർ നമ്മളിട്ട് കറക്കി കളഞ്ഞു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം ബ്ലോക്ക് ഇല്ലാത്ത രീതിയിലെത്തി. മറ്റേ വഴിയൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, കളമശ്ശേരിയിലൊക്കെ ബ്ലോക്കായിരുന്നു. നേരെ പോകാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ ഈ കണ്ടെയ്നർ റോഡാണെങ്കിൽ സ്ട്രൈറ്റ് പോരാ, പക്ഷേ അവർ നമ്മൾ ആ വഴി കൂടെ ഇറക്കിയാണ് കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും ആവട്ടെ, ഇന്ന് ഓട്ടം കുറവാണെങ്കിലും ഒരു ഓട്ടം എറണാകുളത്തേക്ക് കിട്ടി. അപ്പോൾ ഇന്ന് ഉച്ചവരെയുള്ള വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.